ചിലന്തിയെ തന്നെ ആരാധിക്കുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രം. കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നുന്നു അല്ലേ? എന്നാൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 956 ആണ്ടോടുകൂടി ചെന്നീർക്കര സ്വരൂപത്തിൽ ആൺപ്രജകൾ ഇല്ലാതായി. ശക്തിഭദ്രര് സാവിത്രി, ശക്തിഭദ്രര് ശ്രീദേവി എന്നീ 2 അന്തർജനങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചു. പിന്നീട് ഇവരെ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവരായ ഇരവിതായരു എന്ന ബ്രാഹ്മണർ ദത്തെടുത്തു വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കോബൈക്കൽ കൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു. ദിവസങ്ങൾ കടന്നുപോയി. അന്നത്തെ ആ അന്തർജനങ്ങളിൽ ഒരാൾ പിന്നീട് ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും അറയ്ക്കുള്ളിൽ തപസ് അനുഷ്ഠിക്കാനും ആരംഭിച്ചു. ആത്മീയതയിൽ താപസ് അനുഷ്ഠിക്കുന്ന ഇവരുടെ മേൽ ചിലന്തികൾ വലകെട്ടാൻ തുടങ്ങി. അവ പിന്നീട് അവരുടെ ആജ്ഞാനുവർത്തികളായി മാറാൻ തുടങ്ങി. ഈ വലകൾക്കുള്ളിൽ അന്തർജനം പിന്നീട് സമാധിയായി. ആ ആത്മചൈതന്യം തൊട്ടടുത്തുള്ള പള്ളിയറ ദേവീക്ഷേത്രത്തിൽ ലയിച്ചു ചേർന്നതോടെ അവിടം പിന്നീട് ചിലന്തി അമ്പലം എന്നറിയപ്പെടാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാനെത്തുന്നത്. വൈദ്യശാസ്ത്രം പോലും പലപ്പോഴും ഇവിടുത്തെ ചികിത്സാ രീതികൾക്ക് മുമ്പിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന് പോലും ഔഷധ ഗുണമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എത്ര വലിയ ചിലന്തി വിഷമേറ്റാലും ഇവിടെ വന്നാൽ ഒരാഴ്ച കൊണ്ട് അസുഖം വിട്ടുമാറുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ ഇവിടെ വന്ന് ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരും നിരവധിയാണ്. ഇതിനു പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. ഇവിടുത്തെ ഔഷധക്കൂട്ടിന്റെ മാന്ത്രികതയാണെന്ന് ചിലരും ദേവീപ്രസാദത്തിന്റെ മായാജാലമാണെന്ന് മറ്റു ചിലരും വിശ്വസിച്ചു പോരുന്നു.